നമസ്കാരം. അപ്പൊ അങ്ങനെ ഇന്ത്യ 5 വിക്കറ്റിന് ജയിച്ചിരിക്കുന്നു ടെസ്റ്റ്. അങ്ങനെ 5 ടെസ്റ്റിന്റെ പരമ്പരയിൽ 3-1 ഇന്ത്യ ലീഡ് ചെയ്യുന്നു. ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വെൽഡൻ ഇന്ത്യ, വെൽഡൻ. സത്യം പറഞ്ഞാൽ ഈ ടെസ്റ്റ് ഡേ 1 മുതൽ അങ്ങോട്ട് ചാടി ആര് ജയിക്കും എന്നുള്ള ഒരു സംശയത്തിൽ അങ്ങനെ ഒരു സൂപ്പർ ടെസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്തപ്പോൾ ഇംഗ്ലണ്ട് 353 റൺസ് അടിച്ചു, 10 വിക്കറ്റ് നഷ്ടത്തിൽ അല്ലേ. അത് നമ്മൾ നോക്കിയാൽ 112 റൺസിന് 5 വിക്കറ്റ് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് തോന്നി ഇന്ത്യ മിക്കവാറും ഈ ടെസ്റ്റ് ജയിച്ച് ഈ പരമ്പര സ്വന്തമാക്കുമെന്ന് നമുക്ക് തോന്നി. അവിടെ നിന്ന് ജോ റൂട്ടും റോൺസണും കൂടി എന്ത് ചെയ്തു, അവിടെ നിന്ന് ഫൈറ്റ് ബാക്ക് ചെയ്തുകൊണ്ട് എത്ര അടിച്ചു, അവര് 353 എന്ന് പറയുന്ന ടോട്ടലിലേക്ക് എത്തി. അതായത് ജോ റൂട്ട് എന്ത് ചെയ്തു, സെഞ്ചുറി അടിച്ചു, 112 റൺസ് സെഞ്ചുറി അടിച്ചു. അവിടെ നിന്ന് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 307 റൺസ് അടിച്ചു, 10 വിക്കറ്റ് നഷ്ടം, 307 റൺസ്. അവിടെയും ഇന്ത്യയും 162 റൺസ് അടിക്കുമ്പോൾ 5 വിക്കറ്റ് പോയിരുന്നു. അവിടെ നമ്മുടെ പുതിയ ചോരത്തിളപ്പായ നമ്മുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ധ്രുവ് ജുറൈൽ എന്ത് ചെയ്തു, അവന്റെ മനസാന്നിധ്യത്തിന് പുറത്ത്, അവന്റെ ആ കിടിലമായ ഒരു ബാറ്റിംഗിന്റെ പുറത്ത്, ടെമ്പറമെന്റ് ആയിട്ടുള്ള ബാറ്റിംഗിന്റെ പുറത്തിൽ ഇന്ത്യക്ക് നല്ലൊരു തോറ്റ കളി. അവിടെ നിന്ന് ഇന്ത്യ തോൽവിയിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചെങ്കിൽ അവിടെ നിന്ന് ഇന്ത്യയെ കൈ പിടിച്ച് കയറ്റിയത് മറ്റാരുമല്ല ധ്രുവ് ജുറൈലായിരുന്നു. മനസ്സിലായി, ധ്രുവ് ജുറൈലിന്റെ 90 റൺസ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 90 റൺസാണ് ധ്രുവ് ജുറൈൽ 90 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യ തിരിച്ചു വരുന്നു, മനസ്സിലായോ. അതിൽ നിന്ന് ഇന്ത്യ 307 റൺസ് അടിക്കുന്നു, 46 റൺസിന്റെ ലീഡ് അവർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇംഗ്ലണ്ട് രണ്ടാമത്തെ ബാറ്റിംഗ് ഇറങ്ങി ഇംഗ്ലണ്ടിൽ 145 റൺസിന് ഇംഗ്ലണ്ട് എന്ത് ചെയ്യുന്നു, ആൾ ഔട്ട് ആവുന്നു. 145 റൺസിന് ഇന്ത്യ അവരെ എന്ത് ചെയ്യുന്നു, എറിഞ്ഞിടുന്നു. അവിടെ ഇന്ത്യക്ക് വിജയലക്ഷ്യം 192 റൺസായി. അപ്പോൾ 146 റൺസിന് 145 റൺസിന് അവരെ എറിഞ്ഞിടുമ്പോൾ 192 റൺസ് ഇന്ത്യക്ക് വിജയലക്ഷ്യമാകുമ്പോൾ നമ്മൾ അവിടെ വീണ്ടും പ്രതീക്ഷ വയ്ക്കുന്നു ഇന്ത്യ എന്ത് ചെയ്യും, കളി ജയിക്കുമെന്ന്. ഇന്ത്യ സുഖമായിട്ട് സൂപ്പറായിട്ട് കളി എന്ത് ചെയ്യും, ഇന്ത്യക്ക് ഈ ടെസ്റ്റും ഇന്ത്യ തന്നെ ജയിക്കുമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ അതിന് നല്ലൊരു തുടക്കവും കിട്ടുന്നു. ആദ്യം ഇന്നലെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ എനിക്ക് 44 വിക്കറ്റ് ഒന്നും പോയില്ല. ഇന്ന് 84 വരെ 0 വിക്കറ്റ്, 84 ആദ്യമായിട്ട് നമ്മുടെ ഇവന്റെ വിക്കറ്റ് പോകുന്നത്, ജയ്സ്വാളിന്റെ വിക്കറ്റ് 84 റൺസ് ഉള്ളപ്പോഴാണ് പോകുന്നത്. അതിനുശേഷം 99 2ആയി, 100 3ആയി, 120 4ആയി, 120 5ആയി. മനസ്സിലായോ, 120 റൺസായപ്പോൾ പടപടയെന്ന് വീണ്ടും 5 വിക്കറ്റുകൾ പടപടയെന്ന് പോകുന്നു. വീണ്ടും ഇന്ത്യ പരാജയം മണക്കുന്നു. അവിടെ വെച്ച് വീണ്ടും ഇന്ത്യ എന്ത് ചെയ്യുന്നു, പരാജയം മണക്കുന്നു. അവിടെ നിന്ന് വീണ്ടും ഇന്ത്യ കൈപിടിച്ച് വീണ്ടും കയറ്റുന്നത് മറ്റാരുമല്ല ഈ പറയുന്ന ധ്രുവ് ജുറൈലും ശുമാൻ ഗില്ലുമാണ്. ഇവർ രണ്ടുപേരുടെ ബാറ്റിംഗ് ആണ്. രണ്ടുപേരും നോട്ട് ഔട്ട് ആയിരുന്നു. ശുമാൻ ഗില്ല് എനിക്ക് തോന്നുന്നു 52 റൺസ് നോട്ട് ഔട്ട് ആയിരുന്നു. ധ്രുവ് ജുറൈൽ 39 റൺസ് നോട്ട് ഔട്ട് ആയിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യ എന്ത് ചെയ്ത് അത്യുഗ്രമായ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഒരു അനിശ്ചിതത്വം എപ്പോഴും ഈ പറയുന്ന ടെസ്റ്റിലുണ്ട്. ഡേ 1 മുതലുണ്ടായിരുന്നു അല്ലേ. അങ്ങോട്ട് വേണമെങ്കിൽ ആര് വേണേൽ ജയിക്കാം, ഇംഗ്ലണ്ട് വേണമെങ്കിൽ ഇംഗ്ലണ്ട് ജയിക്കാം, ഇന്ത്യ വേണമെങ്കിൽ ഇന്ത്യ ജയിക്കും. അങ്ങനെ ഒരു അനിശ്ചിതത്വം നിലനിർത്തിപ്പോയ ഒരു ടെസ്റ്റായിരുന്നു. വളരെ സൂപ്പറായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അതുപോലെ തന്നെ പിന്നീട് ധ്രുവ് ജുറൈലിനെ എടുത്തു പറയണം. ആ ചെറുപ്പക്കാരൻ അത്യാവശ്യം ഇങ്ങനെയൊക്കെയുള്ള ഇന്നിങ്സ് ആണ് ഒരു പ്ലെയറിനെ നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള വിഷമഘട്ടത്തിൽ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുക. മനസ്സിലായോ. ഇപ്പോൾ ഈ ധ്രുവ് ജുറൈലിന്റെ 2 ഇതായാലും ആദ്യത്തെ ഇന്നിങ്സിൽ 90 അടിച്ചതും ഇന്ത്യ ആ ധ്രുവ് ജുറൈലിന്റെ ഇന്നിങ്സ് ഇല്ലെന്ന് ഇന്ത്യ തോറ്റുപോകും. ഇപ്പൊ തന്നെ അവരൊരു 50 റൺസും കൂടി അധികം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ തോറ്റുപോയേനെ. അപ്പൊ ധ്രുവ് ജുറൈലിന്റെ ആദ്യത്തെ ഇന്നിങ്സിൽ 90 റൺസും രണ്ടാമത്തെ ഇന്നിങ്സിൽ നോട്ട് ഔട്ട് ആയിട്ട് 39 റൺസും വളരെ നിർണായകമായിരുന്നു. അതാണ് ഇന്ത്യ ഈ കളി ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വെച്ചാൽ ധ്രുവ് ജുറൈലിന്റെ ഇന്നിങ്സ് ആയിരുന്നു. അതുപോലെ നമുക്ക് എടുത്തു പറയാം ജയ്സ്വാൾ. ഉടനീളം ഈ ടെസ്റ്റ് വരവിൽ ഉടനീളം നല്ല രീതിയിൽ പെർഫോമൻസ് ഒരു കളിക്കാരുണ്ട് ജയ്സ്വാൾ. കഴിഞ്ഞ ഫസ്റ്റ് ഇന്നിങ്സിൽ എനിക്ക് ഓർമ്മ ശരിയാണ് 79 ഈ ഇന്നിങ്സ് 32 അങ്ങനെ എന്തോ അടിച്ചു. മനസ്സിലായോ. അപ്പം അതുപോലെ തന്നെ അതെന്താണ്, രോഹിത് ശർമ്മയെ എടുത്തു പറയണം. അവസാനം ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഇന്നിങ്സിൽ 55 റൺസ് അടിച്ചു ഇന്ത്യക്ക് നല്ല തുടക്കം കൊടുത്തു. സെക്കൻഡ് ഇന്നിങ്സ് 192 വേണ്ടി വന്നപ്പോൾ 84 റൺസിന്റെ പാർട്ണർഷിപ്പ് കൊണ്ടുവന്നു. ആരൊക്കെ, ഈ പറയുന്ന രോഹിത് ശർമ്മയും നമ്മുടെ ജയ്സ്വാളുമായിട്ട് കൊണ്ടുവന്നു. അതിന്റെ ഒരു പിൻബലത്തിലാണ് ബാക്കിയുള്ളവർക്ക്. നമുക്കറിയാം ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പട്ടപട്ടയെന്ന് പോകും. അത് തന്നെ സംഭവിച്ചു. 84 1 ഇന്ത്യ 120 ആയപ്പോൾ 5 വിക്കറ്റ് നഷ്ടപ്പെട്ടു. പിന്നെ വേണമായിരുന്നു 50 റൺസിന് കൂടുതൽ. അവിടെ നിന്ന് വിക്കറ്റ് ഒന്നും നഷ്ടമാകാതെ ധ്രുവ് ജുറൈലിന്റെ ആ ഒരു മനസാന്നിധ്യം, ആ ഒരു കോൺഫിഡൻസ് ലെവലാണ്. ഫസ്റ്റ് ഇന്നിങ്സിൽ കളിച്ച 90 റൺസ് എടുത്തില്ല. ആ ഒരു കോൺഫിഡൻസ് അവർ സെക്കൻഡ് ഇന്നിങ്സ് വന്നപ്പോഴും ഉണ്ടായിരുന്നു. അതവന് കൃത്യമായിട്ട് അവൻ എന്ത് ചെയ്തു, ഇവിടെ ആ ബാറ്റിംഗിൽ നമുക്ക് പ്രകടമായി കാണാൻ സാധിച്ചു. അപ്പോൾ ജഡേജ 4 വിക്കറ്റ് എടുത്തു. ജഡേജ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 4, സെക്കൻഡ് ഇന്നിംഗ്സിൽ 1 വിക്കറ്റും എടുത്തു. അതുപോലെ തന്നെ അശ്വിൻ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 1,
സെക്കൻഡ് ഇന്നിംഗ്സിൽ 5 വിക്കറ്റ്. അശ്വിന്റെ ആ വിക്കറ്റ് എടുപ്പൊക്കെ വളരെ നിർണായകമായിരുന്നു. പിന്നീട് ആകാശ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് എടുത്തു. സെക്കൻഡ് ഇന്നിംഗ്സിൽ അവന് ബൌളിംഗ് ഒന്നും കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കേസ്, ബൌളറുടെ കേസ് പറയുകയാണെങ്കിൽ സുബൈൽ ബഷീർ പുതിയ പയ്യനാണ്. ഡെബ്യൂ ആയിരുന്നു. ഫസ്റ്റ് ഇന്നിംഗ്സിൽ 5, രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് തള്ളിയിട്ടു. അങ്ങനെ 8 വിക്കറ്റാണ് ഈ പറയുന്ന ആരാണ് സുബൈൽ ബഷീർ തള്ളിയിട്ടത്. 5 വിക്കറ്റ് ഹോൾഡ് ബഷീറും എടുത്തു. അതുപോലെ തന്നെ അശ്വിനും 5 വിക്കറ്റ് ഹോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ നോക്കിയാലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള എന്തായിരുന്നു ഒരു പരമ്പര തന്നെയായിരുന്നു. ആ ടെസ്റ്റ് കൊണ്ട പരമ്പരയിൽ ഇന്ത്യ ഇപ്പോൾ 3-1 വിജയിച്ചിരിക്കുന്നു. അടുത്ത ഒരു ടെസ്റ്റും തോറ്റാലും ജയിച്ചാലും ഇന്ത്യക്ക് തന്നെയാണ് പരമ്പര. എന്തായാലും ധ്രുവ് ജുറേലായിരുന്നു ഈ ടെസ്റ്റ് പരമ്പരയുടെ ഹീറോ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.